ഷറഫുദ്ദീൻ, വിനയ് ഫോർട്ട്, ലിജോ മോളൊക്കെ അഭിനയിച്ച സംശയം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ മനോരമ മാക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ലോ എക്സ്പെക്ടേഷനിൽ കണ്ടൊരു പടമാണ്. കാരണം ഈ OTT പ്ലാറ്റ്ഫോമിന്റെ സിനിമ സെലക്ട് ചെയ്യാനുള്ള ക്വാളിറ്റി ഈ ചേക്കിലെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. സംശയം പറയുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, ഇതൊക്കെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സംഭവം അതല്ല. ആ സംശയം എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഈ പടം കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സോ ആദ്യമൊക്കെ നല്ല രസമുള്ള പടം കേട്ടോ. തുടക്കമൊക്കെ നൈസ് ആയിരുന്നു. ഇതിൽ നമ്മുടെ വിനയ് ഫോർട്ട് വന്നിട്ട് ഇന്ത്യൻ കോഫി ഹൗസിലെ ഒരു എംപ്ലോയി ആണ്. സോ അവർ ഡിസ്കോ പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ട്. നല്ല രസം തന്നെയായിരുന്നു. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഹ്യൂമറിൽ പൊതിഞ്ഞാണ് ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവും ഏറ്റവും വലിയ നെഗറ്റീവ് എന്നും പറയാം. കാരണം ആദ്യമൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു ഇവരിത് പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ. പിന്നെ ഇവർ ഈ ഹ്യൂമർ കണ്ടന്റ് വിടുകയേ ഇല്ല. ഹ്യൂമറിന് വേണ്ടി എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വൺസ് പടം സീരിയസ് മൊമെന്റ് എത്തിയെന്ന് നമുക്ക് തോന്നിപ്പിക്കുമ്പോൾ അതിലും കൊണ്ട് ഹ്യൂമർ ഇവർ കലക്കും. സോ വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ സിനിമ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേരെ അവസാനമൊക്കെ ആകുമ്പോൾ ശരിക്കും ഒരു കോമാളിയെ പോലെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ വിനയ് ഫോർട്ട് ആദ്യമൊക്കെ നല്ല വൃത്തിക്ക് പെർഫോം ചെയ്തിട്ട് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഓവർ ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ബോറായിരുന്നു. സോ ഇതിൽ നമ്മളെ ലിജോ മോളിനെയും അതേപോലെ തന്നെ വിനയ് ഫോർട്ടിന് ആ ഒരു സംശയം വന്ന് അവിടുന്ന് അങ്ങോട്ട് അവരൊരു പെർഫോമൻസ് നമുക്ക് കൊടുക്കാൻ തോന്നുന്നു. അത് അവരുടെ പെർഫോമൻസിന്റെ വിജയം തന്നെയാണ്. പക്ഷെ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് തോന്നുന്നു. സോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഈ മറ്റേ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ട് ഈ വാട്സപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അത് വിശ്വസിച്ചിട്ട് നാട്ടുകാർ എന്തെങ്കിലും പൊട്ടത്തരം പറയുമ്പോൾ അത് വിശ്വസിച്ച് നടക്കുന്ന കുറെ എണ്ണം. സോ അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. കൊച്ചിന് പോളിയോ എടുത്തോ ചോദിച്ചപ്പോ ഇല്ല വാട്സപ്പിൽ കണ്ടു എടുക്കണ്ട, അതുകൊണ്ട് ചേട്ടൻ എടുക്കണ്ട പറഞ്ഞു. സോ അങ്ങനെ പറ്റിക്കപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു സംശയം പറയുന്ന സാധനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഭയങ്കര ലക്ഷൂറിയസ് ലൈഫ് ഒന്നും ആയിരിക്കില്ല ലഡ്ഡി ഉണ്ടാവും. പക്ഷെ സമാധാനത്തോടെ ആയിരിക്കും ജീവിക്കുന്നുണ്ടാവും. ആ സമാധാനം അങ്ങോട്ട് പോയിട്ട് നരകം കാണിച്ചു കൊടുക്കുന്ന വേണമെങ്കിൽ പറയാം. അതാണ് ഈ സിനിമ. സോ ഇതിൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഷറഫുദ്ദീന്റെ ക്യാരക്ടറാണ്. ഞാൻ കിടിലം പടം എന്നൊന്നും പറയില്ല, വെരി 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 ഓക്കെ പടം എന്നായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആദ്യമൊക്കെ രസം ഉണ്ടായിട്ട് അവസാനം കൊണ്ടേ കൊളവാക്കി എന്ന് വേണമെങ്കിൽ പറയാം. സോ വെരി 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 ഓക്കെ പറയുമ്പോൾ വെരിയുടെ എണ്ണം കൂടുന്തോറും ആവറേജിന് താഴെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഷറഫുദ്ദീൻ നല്ല വൃത്തിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഗുഡ് ന്യൂസ് വേണ്ട അക്ഷയ് കുമാറിന്റെ ഒരു പടം കണ്ട്. വിക്കി കൗശാലിന്റെ മറ്റേ ദോബ പടമല്ല, അക്ഷയ് കുമാറിന്റെ ഒരു പടമുണ്ട്. അതിന്റെ ഓൾമോസ്റ്റ് സിമിലർ പ്ലോട്ട് തന്നെയാണ്. പക്ഷെ അത് നല്ല ഹ്യൂമർ കണ്ടന്റ് നല്ല രസത്തിൽ കണ്ടിരിക്കാവുന്ന പടമായിരുന്നു. ഇത് പക്ഷേ ഹ്യൂമർ കണ്ടന്റിൽ തുടങ്ങി ഇന്ന കംപ്ലീറ്റ് ചെയ്തതും ഇല്ല. എവിടെയൊക്കെ എന്തൊക്കെ മെസ്സേജ് പോലെ കൊണ്ടുപോയി കുറച്ച് ഇമോഷണൽ ഒക്കെ ആക്കാൻ നോക്കിയിട്ടുണ്ട്. എനിക്കൊട്ടും വർക്ക് ആയിട്ടില്ല. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ അവർക്ക് കിടിലനായിട്ട് ഇത് വർക്കാവും. സോ ആദ്യം ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നൊക്കെ പറയുന്നുണ്ട്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഷറഫുദ്ദീൻ നൈസ് ആയിരുന്നു കേട്ടോ. ഷറഫുദ്ദീൻ ഇതൊക്കെ ജസ്റ്റ് കേക്ക് വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാ പടത്തിലും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ജെന്റിൽമാൻ ക്യാരക്ടർ, ഭയങ്കര മെച്യൂർഡ് ആയിട്ട് പെരുമാറുന്ന, പൊളൈറ്റ് ആയിട്ട് പെരുമാറുന്ന നല്ലൊരു ക്യാരക്ടർ. പിന്നെ ആളുടെ ഭാര്യയായിട്ട് പ്രിയംവദ, നമ്മുടെ ഒരു കട്ടിൽ ഒരു മുറി, നരിവേട്ട ഈ സിനിമയിലൊക്കെ നായികയായ കൊച്ചനെയാണ്. ഒരു കട്ടിൽ ഒരു മുറിക്ക് ഇത് ഇറങ്ങിയിട്ട് എത്ര ആയെങ്കിലും എനിക്ക് ഇപ്പോഴും തെറിയൊക്കെയുണ്ട്. സ്റ്റിൽ ഞാൻ പറയുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ലൊരു ഫീൽ തന്ന പടമാണ്. അതിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് മാറാനൊന്നും പോണില്ല. എന്നാൽ താൻ കേസുകൂടി സിനിമയിലെ കംപ്ലീറ്റ് ടീം ഈ സിനിമയിലുണ്ട്. നമ്മുടെ ജഡ്ജി ആയിരുന്ന ആളാണ് ഇതിൽ നമ്മുടെ വിനയ് ഫോർട്ടിന്റെ അച്ഛൻ. അങ്ങേര് നൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ മറ്റേ പോലീസ് ഉണ്ട് ഇതില്. പെർഫോമൻസ് വൈസ് ഒക്കെ അത്യാവശ്യം എല്ലാവരും കൊള്ളായിരുന്നു. ലിജോ മോള് പക്ഷെ കോമാളി ആക്കിയിട്ടില്ല. ഇതിൽ രണ്ടുപേർക്കും സംശയം ഉണ്ടെങ്കിലും വിനയ് ഫോർട്ടിനെ കോമാളി ആക്കിയില്ല, ലിജോ മോളെ കോമാളി ആക്കിയിട്ടില്ല. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ വേണ്ടവർ കണ്ടു നോക്കുക. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്.